ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഈസ് ലവ്. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗായിട്ടാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പം കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് വീട്ടിൽ പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ വാഴയില വാട്ടിക്കൊണ്ട് നമ്മുടെ ഇവിടെ UK വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത്. അപ്പം ഞാൻ ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുവാണ്. അപ്പം ഇത് കുറേ വ്ളോഗിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാവരും പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി നല്ലപോലെ കഴിക്കുന്നതൊക്കെ. അപ്പം നമുക്കിപ്പോൾ അടുക്കളയിലോട്ട് പോയിട്ട് നമുക്ക് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ നാട്ടിൽ നിന്ന് വാട്ടിക്കൊണ്ടുവന്ന എൻ്റെ വാഴയില. അപ്പം ഇത് ഇപ്പം വന്നിട്ടിപ്പോൾ ഒരു കുറച്ച് ദിവസമായി. പക്ഷേ എനിക്ക് ഇന്നാണ് ഇതിന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാൻ ഒരു സമയം കിട്ടിയത്. അപ്പോൾ വാഴയിലേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വെച്ച് വാട്ടിയതുപോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നമുക്കിന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഞാൻ കൊഞ്ച് ചമ്മന്തിയാണ് ഇട്ടത്. ഇത് ഞാൻ ഉണ്ടാക്കിയത് തന്നെ കൊഞ്ച് ചമ്മന്തിയാണ്. പിന്നെ അടുത്ത് നമുക്ക് ബീഫ് അച്ചാർ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ ബീഫ് അച്ചാർ തന്നെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് അച്ചാറാണ് ഇത്. ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പോയ ഒരു അച്ചാറാണ്. എല്ലാവരും നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. അടുത്ത് നമുക്ക് ഞാൻ ഉണ്ടാക്കിയത് തന്നെ നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ അച്ചാറാണ്, നല്ല അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇത്. ഞാൻ അടുത്ത് നമ്മൾ വെക്കാൻ പോണത് അവിയലാണ്. പിന്നെ അടുത്ത് നമുക്ക് പൊരിച്ച മീൻ വെക്കാം. പിന്നെ അടുത്ത് നമ്മൾ വെക്കാൻ പോകുന്നത് മുട്ട പൊരിച്ചതാണ്. നല്ല കറിവേപ്പിലേക്ക് ഇട്ട് നല്ല പൊരിച്ച മുട്ടയാണ്. അപ്പോൾ നടുക്കോട്ട് വെക്കാം. അടുത്ത് നമ്മൾ വെക്കാൻ പോകുന്നത് മോരാണ്. മോര് നമുക്ക് കുറച്ച് ഈ സൈഡിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ചോറ് കണ്ട് ആരും പേടിക്കട്ടെ, നമ്മൾ എല്ലാവർക്കും കൂടെയാണ് ഞാൻ ഒരു പൊതിക്കകത്തായിട്ട് ചോറിട്ടത്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇനി ഞാനിത് നല്ലപോലെ ഒന്ന് റാപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ന്യൂസ് പേപ്പർ ഇല്ലാത്തത് കാരണം ഞാനിവിടുത്തെ ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി രാവിലെ. അപ്പം നമ്മൾ ഉച്ചക്കലത്തേക്ക് വേണ്ടിയാണ് ഇപ്പോഴേ പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. കാരണം ആ ഇലയുടെ മണം ഒന്ന് വന്നാലല്ലേ നമുക്ക് പൊതിച്ചോറ് കഴിക്കുന്നതിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇത് പൊതിഞ്ഞ് വെച്ചേക്കുവാണ്. ഇത് ഞാൻ കഴിക്കാൻ നേരത്ത് ഞാൻ വീണ്ടും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 10 മണിക്ക് പൊതിച്ചോറ് നമ്മൾ റെഡിയാക്കി വെച്ചതാണ്. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയാവാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇത് ഒന്ന് കഴിക്കാൻ പോവാണ്. കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു പൊതിച്ചോറ് വീട്ടിലുണ്ടാക്കി കഴിക്കണമെന്നുള്ളത്. അപ്പോൾ അതിന്ന് സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വാഴയിലയുടെ ഒക്കെ ടേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇന്ന് കഴിച്ച് നോക്കിയിട്ട് ഞാനിത് പറയാം ടേസ്റ്റ് ഉണ്ടോ എന്ന്. ഇതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിക്കിളാണെങ്കിലും എന്താണെങ്കിലും എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയതാണ്. ഞാനിത് ഇച്ചിരി കൊഞ്ച് ചമ്മന്തിയും ഇച്ചിരി മുട്ടയും അവിയൽ, ബീഫ് അച്ചാറ്, പറയുമ്പോൾ തന്നെ വായിൽ കൊതി കുറുവാണ്. ഞാൻ ഉണ്ടാക്കിയ നാരങ്ങ, മീനിൻ്റെ കുറച്ച് നമുക്കെടുക്കാം. ഭാഗത്ത് കുറച്ച് മോര് ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ പുരട്ടി നല്ലൊരു ഉരുളയാക്കിയിട്ട്
ഇത് കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. ഞാൻ ഉണ്ടാക്കേണ്ട പറയണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. പണ്ട് അമ്മയൊക്കെ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് യാത്രയൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കിക്കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ സെയിം ടേസ്റ്റ് എനിക്കിവിടെ കിട്ടി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം വളരെ നല്ല ഒരു പൊതിച്ചോറാണിത്. അപ്പോൾ ഇന്നത്തെ മെയിൻ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു പൊതിച്ചോറ് തന്നെയാണ്. അപ്പം നല്ലൊരു വ്ളോഗായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി.